ഹലോ. അപ്പോൾ നമ്മളിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണേ. അപ്പോൾ രാവിലെ എണീറ്റു, പല്ലിച്ചു, പിന്നെ അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ചു വാരി. പിന്നെ ഇന്ന് രാവിലെ നൂൽപുട്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അത് തിരിച്ചു കൊടുക്കണം, കൈക്ക് പച്ചവെള്ളം എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ അത് ചെയ്തു കൊടുത്തു. പിന്നെ അങ്ങനെ പോയി കുളിച്ചു വന്നു. പിന്നെ വിളക്കാട്ടാനുണ്ടായിരുന്നു, അതൊക്കെ കാട്ടി ചായ കുടിച്ചു. നൂൽപുട്ടും കടലയും ചായയായിരുന്നു. പിന്നെ നമുക്കിന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. എൻ്റെ പാപ്പേൻ്റെ പേരക്കുട്ടി വരിക. അപ്പോൾ നമുക്ക് അതിന് പോകാനുള്ള ഒരുക്കത്തിലാണേ. അപ്പോൾ ആദ്യം മോയ്സ്ചറൈസർ തേച്ചു. എനിക്ക് മുഖത്ത് ഓൾറെഡി എൻ്റെ ഓയിൽ സ്കിന്നാണ്, പക്ഷേ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുഴി പിടിക്കാനൊരു ഇതായി. അപ്പോൾ അങ്ങനെ ക്രീം അപ്ലൈ ചെയ്തു. പിന്നെ പൗഡർ ചിലരൊന്നും യൂസ് ചെയ്യില്ല, പക്ഷെ എനിക്കിതില്ലാണ്ട് ചിരിക്കാൻ പറ്റില്ല. ആ ഒരു കേട്ടാ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്ത് പിന്നെ യൂസ് ചെയ്യാണ്ടാകുമ്പോൾ ഒരു ഇതില്ല. പിന്നെ അങ്ങനെ പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തു. എനിക്ക് ഇത് എഴുതണ ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് വിരികില്ല താനും. അപ്പോൾ പിന്നെ അതൊക്കെ എഴുതി കൊടുത്തു. പിന്നെ ഐഷാഡ് ഇട്ട് കൊടുത്തു. ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലേ, അപ്പോൾ ഒന്ന് തിളങ്ങിക്കോട്ടെ എന്ന് വെച്ച്. പിന്നെ കണ്ണെഴുതി കൊടുത്തു. ഐഷാഡ് ഞാൻ യൂസ് ചെയ്യാറില്ല. സാധാ എവിടേക്കെങ്കിലും പോകുമ്പോൾ സാധാ കണ്ണെഴുതുക, പൊട്ടിടുക, പൗഡർ ഇടുക, കഴിഞ്ഞു. പിന്നെ ഒരു പരിപാടിയല്ലേ എന്ന് വെച്ചിട്ട് അതൊക്കെ ഇട്ടു. ഇപ്പോഴേ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞു. പിന്നെ നമ്മൾ കമ്മൽ, മാല അതൊക്കെ ഇട്ടായിരുന്നു. പിന്നെ ഒരു കാര്യം മറന്നുപോയി, പൊട്ടിട്ടില്ല. അപ്പോൾ അതേ പൊട്ടിടുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് അത് യൂസ് ചെയ്തു. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ റെഡിയായി. അതിൻ്റെ ഇടയിൽ കുറിയൊക്കെ ഇട്ടിട്ടോ, എടുത്തില്ലേ വീഡിയോ. പിന്നെ ഉണ്ണീര് അവിടേക്ക് പോകാനുള്ളതാണ്. ഇത് ഉണ്ണീരെ ഫ്രെയിമാട്ടോ, ഉണ്ണീരെ ഇത് വെച്ചിട്ടുള്ള. അങ്ങനെ അവിടേക്ക് എത്തി. കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാട്ടോ നമ്മളെ ബർത്ത്ഡേക്ക്. പിന്നെ അതേ കേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഫോട്ടോ ഷൂട്ടാണ് കുട്ടിയുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ. ഇപ്പോൾ കേക്ക് മുറിച്ച് അതിൻ്റെ ഇടയിൽ നല്ല വാശിയൊക്കെ ഉണ്ട്, കരച്ചിലും പിഴിച്ചിലൊക്കെയായി. പിന്നെ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചു. പിന്നെ ഇത് ചേട്ടൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ചേച്ചിയുടെ ഉണ്ണിയാണേ, സായു. ആള് ആരുടെ അടുത്ത് അങ്ങനെ പോവില്ല, പക്ഷെ എന്നാൽ പോവും. പിന്നെ നമ്മളങ്ങനെ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ ആ ടൈമിൽ ബീച്ചിലേക്ക് പോയി. ഇത് ആ ഫ്രണ്ട്സിലുള്ള ഒരു ചേച്ചിയുടെ തന്നെ ഹസ്ബൻഡും മോനാണേ. പിന്നെ ഇതാണ് ആള്. പിന്നെ ഞങ്ങൾ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. എവിടെ വെച്ചാലും ഞങ്ങൾ റീൽസ് എടുക്കും, അത് ഞങ്ങളൊരു ഹോബി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ അവിടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ വീണ്ടും കേക്ക് മുറിയാണ്. നേരത്തെ കേക്ക് മുറിച്ചതിൻ്റെ പകുതി മുറിക്കലാണ്, കാരണം വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ണിക്ക്. പിന്നെ ഞാൻ വീഡിയോസും ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ആളൊന്ന് സെറ്റായി. ഇടയ്ക്കൊന്ന് പോവും, ഇടയ്ക്കൊന്ന് വരും, ആ ഒരു ഇതായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ണിയുടെ നല്ല നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ആള് ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും പെട്ടെന്ന് നമുക്ക് ചിരിച്ചു തരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒച്ചെടുത്ത് ആളെ ചിരിപ്പിച്ചൊന്ന് സെറ്റാക്കി എടുത്തു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊടുത്തു. നീ എവിടെ പരിപാടി അവതരിച്ചാൽ ഇതാണല്ലോ നിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാണ് ചിരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി കുറച്ച് നേരം കിടന്നുറങ്ങിയ ശേഷം പിന്നെ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു. പിന്നെ നല്ല മഴയൊക്കെ പെയ്യുണ്ടായിരുന്നു. പിന്നെ ഒരു 4 മണിയായപ്പോൾ നമ്മൾ ചായ കുടിച്ചു. പിന്നെ അടിച്ചു വാരാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചേട്ടൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചു. പിന്നെ വിളക്ക് കാട്ടി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.